ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് കടല കൊണ്ടൊരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കടല എല്ലാവരുടെ വീട്ടിലും സുലഭമാണ്. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. 3-4 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പകുതി നാരങ്ങ, ഒരു തക്കാളി, ചെറിയൊരു തക്കാളി. ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന തക്കാളി വലുതായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നീട് സവാള, ഒരു 3 ചെറിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നീട് നമുക്ക് മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ് പാകത്തിന്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു ഇച്ചിരി ഗരം മസാല, പിന്നെ കടുക്, ഉള്ളി വാട്ടാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ. ഇത്രയാണ് വേണ്ടുള്ളത്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു. ഇനി എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കുറച്ച് കൊടുക്കണം. കടുക് പൊട്ടി വരുന്നുണ്ട്. പൊട്ടി വരുമ്പം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ഇതാവുകൊണ്ട് അതിന് മുമ്പ് ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം മൂത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇച്ചിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പിലയില്ല, തീർന്നു പോയി. ഞാൻ അറിഞ്ഞില്ല തീർന്നാലും സാരമില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അങ്ങ് ഇട്ടാൽ മതിയേ. ചെറുതായൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികളെല്ലാം ചേർക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതൊന്ന് പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല ഇതാക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിലേക്ക് നമുക്കൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഇൻഗ്രീഡിയൻസിലൂടെ ഞാൻ വെള്ളം പറഞ്ഞിട്ടില്ലായിരുന്നു. മഞ്ഞ വെള്ളം ഞാൻ മസാല എടുത്ത പാത്രത്തിലാണ് വെള്ളം എടുത്തിട്ട്, അതുകൊണ്ടാണ് ഒരു കളർ വ്യത്യാസം. നമുക്കിത് നന്നായിട്ടൊന്ന് ഈ തക്കാളി വെന്ത ആ പുളി അതിലേക്ക് ഇറങ്ങുന്നവരെ ഒന്ന് ഇതാക്കിക്കൊടുക്കും. ഈ ഇത്തിരി വെള്ളം ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ പൊടികളെല്ലാം കൂടെ കരിഞ്ഞു പോകും. അതാണ് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചേ. നമുക്കിച്ചിരി വെയിറ്റ് ചെയ്യാം. നല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതിലേക്ക് ഇളക്കി ഒഴിപ്പിച്ചെടുക്കാം. കടല ഇവിടെ മസാലയൊക്കെ പിടിച്ച് നന്നായി വന്നിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വേഗമൊന്നും വേണ്ട, നമ്മുടെ കടല വെന്തതാണ്, മസാലകളെല്ലാം വെന്തിട്ടുണ്ട്. എന്നാൽ ഈ കടലയും മസാലയും കൂടെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നേരത്തെ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് മതി, കൂടുതൽ വേണ്ട. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. നോക്കാം നമുക്ക്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്ര മതി. ഇത് പാത്രത്തിലേക്ക് മാറ്റാം. നാരങ്ങ നീര് ചേർത്തില്ലല്ലോ. ഇതിനി കഴിക്കാൻ നേരമാണ്. ഇതിലേക്കൊരു നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കണം. ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണം. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.